ഹലോ ഗായ്സ്, ഇന്നൊരു മാരേജ് വ്ലോഗ് ആയാലോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നേരെ വിട്ടത് ബ്യൂട്ടി പാർലറിലേക്ക്. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ 3 പേരുടെ ഡെക്കറേഷൻ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ അടുത്ത ആളോടെ വെയിറ്റിംഗ് ആണ്. ഞാൻ നൈസായിട്ട് അപ്പുറത്ത് പോയി എന്റെ സാരി ഡ്രൈപ്പിങ്ങും മേക്കപ്പും ഹെയറും എല്ലാം ചെയ്തു. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞങ്ങൾ 3 എണ്ണങ്ങളും റെഡിയായി ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പറന്നാണ് വീട്ടിലെത്തിയത്. പിന്നെ വന്ന ഗസ്റ്റുകളെല്ലാം വേഗം ബസ് കയറ്റിവിട്ട് ഞങ്ങൾ കാറെടുത്ത് വേഗം ഇറങ്ങി. പാവത്തിന് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത്ര സമയം കിട്ടാത്തതുകൊണ്ട് കാറിലിരുന്നാണ് താലി കെട്ടുന്നത് എങ്ങനെയാന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ താലികെട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ ട്രാഫിക് ഞങ്ങളെ ചതിച്ചു ഗൈസ്. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ കണിയാപുരത്ത് പെട്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് മുഹൂർത്തത്തിന് എത്താൻ പറ്റിയില്ല. പിന്നെ അവരുടെ ദൈവഭാഗ്യത്തിന് അന്ന് തന്നെ 2 മുഹൂർത്തം ഉള്ളതുകൊണ്ട് ഞങ്ങള് ചെറുതായിട്ട് അമ്പലത്തിലെ താലികെട്ട് മാറ്റി ഓഡിറ്റോറിയത്തിൽ താലികെട്ടാൻ തീരുമാനിച്ചു. നമ്മൾ ഓഡിറ്റോറിയത്തിലെ സമയം പറഞ്ഞത് 12 മണിയായിരുന്നു. നമ്മൾ 10 മണിക്കേ കയറി ചെന്നുകൊണ്ട് ഓഡിറ്റോറിയം ഫുള്ള് കാലിയായിരുന്നു. പക്ഷെ 12 മണി ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫില്ലായി. പാവം നമ്മുടെ മണവാട്ടിപ്പണി ശ്രുതിക്ക് ഒത്തിരി വിഷമമായെങ്കിലും അവൾ അവളുടെ ഫസ്റ്റ് ടെമ്പിൾ ലുക്കിലെ ഡ്രസ്സൊക്കെ മാറ്റി സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്നു. വേറെ ഏതൊക്കെ ജില്ലയിൽ ഈ ചടങ്ങുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കൊല്ലത്തും ട്രിവാൻഡ്രത്തൊക്കെ വരന്റെ അച്ഛനാണ് വരന് താലിമാല എടുത്ത് കൊടുക്കുന്നത്. ശ്രുതി സത്യത്തിൽ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതവളുടെ മുഖം കണ്ടാലേ നമുക്കറിയായിരുന്നു. പക്ഷെ പോറ്റി അവളോട് വരനെ മഹാവിഷ്ണുവായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് വരണമാല ചാർത്താൻ പറഞ്ഞപ്പോഴേക്കും അവൾ അങ്ങ് പൊട്ടിച്ചിരിച്ചുപോയി. അങ്ങനെ നമ്മുടെ താലികെട്ട് ചടങ്ങുകളെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. പിന്നെ ഫോട്ടോ സെക്ഷനോ ഫോട്ടോ സെക്ഷൻ. ഇനി അടുത്ത ചടങ്ങിന് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരവരുടെ പുതിയ കാർ കൊടുത്ത് വേഗം വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ശ്രുതിയും വലത് കാല് വെച്ച് വീട്ടിൽ കയറി. പിന്നെ ഇവിടെ ഉമ്മ കൊടുക്കലോ ഉമ്മ കൊടുക്കൽ. വീണ്ടും അടുത്ത ഫോട്ടോ സെക്ഷൻ. യെസ്, എന്താണ് അൺബോക്സിംഗ്. പിന്നെ ചെറിയൊരു അൺബോക്സിംഗ് കഴിഞ്ഞ് രണ്ടിനെയും പയ്യെ അങ്ങ് പുറത്തേക്ക് വിട്ടു. എന്തിനാന്നല്ലേ, കുറച്ച് അലങ്കോല പണികൾ ചെയ്യാൻ. ഈ ഫുൾ നീലയാണല്ലോ, മാച്ചിങ് ലവ് ആവും വരൂ. പിന്നെ എനിക്കിതായിരുന്നല്ലോ ഫുൾ നീല 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 നീല. അങ്ങനെ ഞങ്ങളുടെ ലവ് ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളും നിറയ്ക്കാനുള്ള റോസ് പെറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിൽ വെച്ച് നിർത്തുന്നു. ഫ്രൂട്ട്സും ഒക്കെ റെഡിയായി. ഫ്ലവേഴ്സ് ഗുഡ് നൈറ്റ്. എങ്ങനെയുണ്ട് കൊച്ചു ഡെക്കറേഷൻ? ഹാർട്ട് എങ്ങനെയുണ്ട്? ഹാർട്ട് പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പറ്റില്ലേ? കൊച്ചിട്ട് പോടാ. അവിടെ കിടന്നോളാം. അപ്പൊ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.